ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് സൺഡേ ആണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ ഞാൻ ഉറക്കണീറ്റു, പിന്നെ ഭക്ഷണം ഉണ്ടാക്കി. ഇങ്ങോട്ടിരിക്കാം. ഭക്ഷണം ഉണ്ടാക്കി, പിന്നെ കുറച്ച് നേരം ഇവിടെ മൊത്തം കറങ്ങി ചുറ്റി നടക്കും. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. ഉറക്കണീറ്റാൽ കുറച്ച് നേരം എനിക്ക് അവിടെ ഒരു കസേര ഉണ്ട് ഹോളിൽ, അവിടെ പോയി ഇരിക്കും ഞാൻ കുറച്ച് നേരം. അവിടെ പോയി ഇരുന്നിരുന്ന് ഉറങ്ങും, ആലോചിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ടാണ് പോണത്, അടുക്കള ജോലിക്ക് പോണത്. പിന്നെന്താ, അടുക്കള ജോലി, വീണ്ടും ഉച്ചത്തെ ഭക്ഷണം ഉണ്ടാക്കണം. അങ്ങനെ പോയി. ഇത് അമ്മ വരുന്നു, വന്നിരിമ്മ ഇരുന്നോ. അമ്മ സുഖമല്ലേ? സുഖം. അമ്മയുടെ കയ്യിൽ ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും പറഞ്ഞു തരൂലെന്നേ ഉള്ളൂ. അപ്പം ഗൈസ്, ഞങ്ങൾ ഇന്നലെ അമ്മുവിനെ കുളിപ്പിച്ചു. അമ്മു അറിയാലോ, ഈ വീട്ടിലെ പട്ടിക്കുട്ടിയാണ്. അവളെ ഇന്നലെ കുളിപ്പിച്ചു. ഇന്നലെ മഴക്കോളുണ്ടായിരുന്നു കാലത്തെ, പക്ഷേ ഒരു കാലത്ത് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. ആ ടൈമിൽ പിന്നെ ഞങ്ങളങ്ങ് കുളിപ്പിച്ചു. ഇനി എന്തിനാ വേറെ സമയം നോക്കിയിരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുളിപ്പിച്ചു. പിന്നെ ടോണിയെ കുളിപ്പിച്ചില്ല, ടോണിയെ മറ്റൊരു ദിവസം കുളിപ്പിക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന ഇന്നത്തെ ഡെയിലി ലൈഫ് അല്ലായിരുന്നു. അപ്പോൾ പിന്നെന്താ, പിന്നെ വീണ്ടും കുറച്ച് നേരം കറങ്ങി കിടന്നിട്ട് ഉച്ചത്തെ ഭക്ഷണം ഉണ്ടാക്കി. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് മറ്റേ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടൊരു കറിയാണ്. ഉരുളക്കിഴങ്ങ് കറി എന്ന് പറയാം അല്ലേ അതിന്, എനിക്ക് അറിഞ്ഞൂടാ ഉള്ളിക്കറിയാണോ ഉരുളക്കിഴങ്ങ് കറിയാണോ എന്ന് അറിഞ്ഞൂടാ. രണ്ടും കൂടെ മിക്സാക്കി ഇട്ട് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് അങ്ങ് റെഡിയാക്കി വെച്ചു. അതുകൊണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് തോരൻ എന്ന് പറയാൻ പറ്റില്ല. ബീട്രൂട്ട് വെച്ചൊരു ഒരു വിഭവം പോലെ ഉണ്ടാക്കി. ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ടുണ്ടാക്കി. അത് നന്നായിരുന്നു, കുഴപ്പമില്ല. ഇപ്പം ഞാൻ എനിക്ക് വെജിറ്റബിൾ വെച്ച് പൊതുവേ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഒന്നും അറിഞ്ഞുകൂടാ. എനിക്ക് ആകെപ്പാടെ അറിയാവുന്നുണ്ടായിരുന്ന മീൻ പൊരിക്കാൻ, മീൻ കറി ഉണ്ടാക്കാൻ, അങ്ങനെ മാത്രമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വെജിറ്റബിൾ വെച്ച് ഓരോ അവിയൽ അറിഞ്ഞുകൂടാ, തോരൻ, വിഴുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. അമ്മയ്ക്ക് വയ്യാതായപ്പോൾ അങ്ങനൊരു ഗുണമാണ് ഉണ്ടായത്. ആകെപ്പാടെ ഇതൊക്കെ ചെയ്യാൻ പഠിച്ചു. പിന്നെ ഞാൻ പരിപ്പ് കറി വെക്കാൻ പഠിച്ചു. അത് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. കുക്കർ എങ്ങനെ അടയ്ക്കണമെന്ന് പഠിച്ചു. പക്ഷേ എനിക്കിതിനു മുമ്പ് അതൊന്നും അറിഞ്ഞുകൂടായിരുന്നു, കുക്കർ എങ്ങനെ അടയ്ക്കണം എന്നൊന്നും. ഇപ്പം ഞാൻ കുക്കർ സ്വന്തമായിട്ട് അടയ്ക്കും, എല്ലാം ചെയ്യും. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞായറാഴ്ച ആയിട്ട് എൻ്റെ അച്ഛൻ ഇന്ന് വീട്ടിൽ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അച്ഛൻ കാലത്തെ എസ്കേപ്പായി. അച്ഛന് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അങ്ങനെ പോയി. പിന്നെ അച്ഛനുണ്ടെങ്കിൽ ഫുൾ ടൈം ഇവിടെ എപ്പോഴും അച്ഛൻ ആക്റ്റീവായിട്ട് നിൽക്കണം, എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണം 24 മണിക്കൂർ. വെറുതെ ഇരിക്കണം അച്ഛന് ഇഷ്ടമല്ല. പരിസരം വൃത്തിയാക്കും, വീട്ടിൽ മാറാലയൊക്കെ പിടിച്ചിരിക്കും, അതൊക്കെ അടിച്ച് വൃത്തിയാക്കും. പിന്നെ ജനാലയൊക്കെ തുടയ്ക്കും. അത് അച്ഛൻ്റെ ഒരു ശീലമാണ്. പിന്നെ ഗൈസ്, ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ അച്ഛൻ്റെ കാര്യം പറഞ്ഞല്ലേ. പിന്നെന്താണ്, പിന്നെ ഞാനും അമ്മയും ചോറ് കഴിച്ചു. അമ്മയെ കുളിപ്പിക്കണമായിരുന്നു. അമ്മയെ ഒരു സമയമാകുമ്പോൾ കുളിപ്പിക്കണം, 1 മണി ആ ടൈം ആകുമ്പോൾ കൃത്യമായിട്ട് കുളിപ്പിക്കണം. ഇന്ന് സത്യം പറഞ്ഞാൽ നല്ല മഴ പെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്ന് വിചാരിച്ചത്ര മഴയില്ലായിരുന്നു. കാലത്തെ ഒരു 10-11 മണിക്ക് ചെറുതായിട്ട് പെയ്തിട്ട് അങ്ങ് പോയി. പിന്നെ പെയ്തില്ലെന്ന് തോന്നുന്നു, ചെറിയ ചാറ്റലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ 1 മണിക്ക് കുളിപ്പിച്ചു ചൂടുവെള്ളത്തിൽ. അതിനുശേഷം അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു. പിന്നെയാണ് ഞാൻ പോയി കഴിച്ചത്. പിന്നെ ഞാൻ കുറച്ച് നേരം ടി വിയും കണ്ട് ഫോണും കളിച്ചങ്ങ് നടന്നു. പിന്നെ 3 മണിയായപ്പോൾ അച്ചാച്ചന് ചോറ് കൊടുക്കണമായിരുന്നു. അച്ചാച്ചൻ ഉറക്കണീറ്റ്. അച്ചാച്ചൻ എപ്പോഴും താമസിച്ചേ കഴിക്കൂ. അച്ചാച്ചനൊക്കെ ചെന്നൈയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ചേ ഉള്ള ശീലമാണ് താമസിച്ച് കഴിച്ച്. അവിടെ ഞങ്ങൾക്ക് കടയുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ശീലിച്ചു പോയി. പിന്നെ എനിക്ക് കടയിലെ പാത്രം കഴുകണമായിരുന്നു. ഉച്ചയ്ക്ക് പാത്രം കാണും, അതും കഴുകണമായിരുന്നു. 2 പാത്രമേ കാണുള്ളൂ, കുറച്ച്. അത് കഴുകി വെച്ചിട്ട് പിന്നെ വീണ്ടും ഞാൻ വന്നിരുന്ന് ഫോൺ കളിച്ചുകൊണ്ടിരുന്നു വൈകുന്നേരം വരെ. പിന്നെ വൈകുന്നേരത്തെ ജോലികൾ ചെയ്തു.
പിന്നെ പ്രധാന ജോലി കുളിച്ചു. അത് പറയാതിരിക്കാൻ വയ്യല്ലോ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ചെയ്യണ ഒരു കാര്യമാണ് കുളിക്കണത്. പിന്നെ അങ്ങനെയൊക്കെ ഒരു ദിവസം പോവാണ്. പിന്നെ ഇനി രാത്രി കടയിൽ നിന്ന് ചപ്പാത്തി എടുത്തോ അതുണ്ടാക്കണം. പിന്നെ എന്താണ്, എന്തെങ്കിലും കറി ഉണ്ടാക്കണം. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം. വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഇതെല്ലാം നിങ്ങളുമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും മാക്സിമം എൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി മുന്നോട്ടുള്ള എൻ്റെ വഴി തുറന്നു തരാൻ പോകുന്നത്. അപ്പം മാക്സിമം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, നിങ്ങളുടെ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാവുന്നതാണ്. പിന്നെ പുതിയ ഐഡിയാസ് തരാവുന്നതാണ്. അത് വെച്ച് ഞാൻ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ ഒരുപാട് സജഷൻസ് എനിക്ക് തന്നിരുന്നു. സ്നീസിങ് ചലഞ്ച്, ഗ്യാപ് ടോക്ക് ചലഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞ്. അതൊക്കെ ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാമെന്നേ എനിക്ക് പറയാൻ പറ്റും. ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.